മരിയ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. അവൾ കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്ത് വന്നിരിക്കാൻ നോക്കി. അവൾ ഒന്നും നോക്കാതെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സോഫയിലേക്ക് ഒഴിച്ചു. അവൻ ഇരിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവളത് ചെയ്തത്. ഒന്നും വക വെക്കാതെ തന്നെ ആ സീറ്റ് കയറിയിരിക്കുകയാണ്. അവൾ ശരിക്കും അതിശയിച്ചു പോയി. ഇവനിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി അവൾ പ്രതീക്ഷിച്ചില്ല. അവൻ അവളോട് പറയുകയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന്, തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അവൾ താല്പര്യമില്ലെന്നും അവൻ്റെ മുഖത്തൂക്കി പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ വെയിറ്റർ അങ്ങോട്ട് വന്നു. വെയിറ്റർ ചോദിക്കുകയാണ് എന്താണ് ഇവിടെ മൊത്തം വെള്ളം കിടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അതൊരു ചെറിയൊരു ആക്സിഡൻ്റ് ആണ്. അവൾ ശരിക്കും ചിരിച്ചു പോയി അവൻ്റെ കോൺഫിഡൻസ് കണ്ട്. അങ്ങനെ അവൾ പോകാൻ ഒരുങ്ങുകയായിരുന്നു. അവൾ വീൽ ചെയറിൽ പോകുന്നത് കൊണ്ട് അവൻ ശരിക്കും അതിശയിച്ചു പോയി. അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ കാലുവയ്യാത്തൊരു കുട്ടിയായിരുന്നു. അവൾ അവനോട് ചോദിക്കുകയാണ് ഇപ്പോഴും തനിക്ക് പ്രപ്പോസ് ചെയ്ത് തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ എന്ന്. അവൻ പറഞ്ഞു ഇല്ല എന്ന്. അങ്ങനെ അവൾ ബായ് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവനൊരു ഇന്റർവ്യൂവിന് പോവുകയാണ്. പണക്കാരിയായ ഒരു സ്ത്രീയുടെ പേഴ്സണൽ ഡ്രൈവർ ആകാൻ വേണ്ടിയുള്ളതായിരുന്നു അത്. അങ്ങനെ അവനെ സെലക്ട് ചെയ്തു. അവിടെ വെച്ച് അവൻ മരിയെ കാണുകയാണ്. മരിയയുടെ പേഴ്സണൽ ഡ്രൈവറായിട്ടായിരുന്നു അവനെ സെലക്ട് ചെയ്തത്. അവിടെ വെച്ചാണ് അവൻ ശരിക്കും അത് അറിഞ്ഞത്. പിന്നെ അവൾ ആദ്യമായി കാണുന്ന രീതിയിൽ അച്ഛൻ്റെ മുന്നിൽ വെച്ച് അവനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. അങ്ങനെ ജോലി ആരംഭിച്ചു. അങ്ങനെ അവൾ അവൻ്റെ സഹായം പോലും വേണ്ടാന്നുള്ള രീതിയിൽ കാറി കയറിയിരിക്കുകയാണ്. ഒരു ഹെൽപ്പ് പോലും അവൾ ചോദിക്കുന്നില്ല. മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു അവൻ. അങ്ങനെ കാറിയിരുന്ന് അവൻ അവളോട് സോറി പറയുകയാണ്. അറിയാതെ സംഭവിച്ചു പോയതാ കഫേയിലെ കാര്യങ്ങൾ മറക്കണം എന്ന് പറഞ്ഞ്. പക്ഷെ അവൾ തീരെ അവനെ മൈൻഡാക്കുന്നില്ലായിരുന്നു. ഇറങ്ങാൻ നേരം അവൻ അവളെ സഹായിക്കാൻ നോക്കുമ്പോൾ അവൾ വേണ്ടാന്ന് പറയുകയാണ്. ഹോസ്പിറ്റലിലായിരുന്നു എത്തിയത് ചെക്കപ്പിന് വേണ്ടി. ശരിക്കും അവനെ അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണ്. നേരം വെയിറ്റ് ചെയ്ത് ബോറടിച്ചപ്പോൾ അവനൊരു ഐസ്ക്രീം കഴിക്കുകയാണ്. അവൾക്ക് വേണ്ടി ഒരെണ്ണം അവൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അത് കണ്ടിട്ട് പെട്ടെന്ന് ചോദിക്കുകയാണ് ഇത് എന്തിനു വേണ്ടിയാണെന്ന്. അപ്പം പറയാം ഞാൻ ഒരെണ്ണം കഴിച്ചപ്പോൾ നിനക്ക് വാങ്ങിയെന്നേ ഉള്ളൂ എന്ന്. അവൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് മാറ്റുകയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് സന്തോഷമുണ്ടായിരുന്നു. അവളെ ആദ്യമായി കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു അവൻ. പിന്നീട് അവൾ പതിയെ പതിയെ അവനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് ചെറിയ ഇഷ്ടമൊക്കെ അവനോട് തോന്നി തുടങ്ങി. ഇതെല്ലാം അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ തമാശ രീതി വന്ന് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ ഡ്രൈവർ എങ്ങനെയുണ്ടെന്ന്. നല്ലതാന്ന് പറഞ്ഞു. ഇതേ ദിവസം അവളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്. അയാൾ കൂടുതലും അവളുടെ പണത്തിനെയായിരുന്നു നോക്കിയത്. അയാൾ കൂടുതൽ സ്വാതന്ത്ര്യം അവളോട് എടുക്കുന്നത് അവന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടേന്ന് പറഞ്ഞുകൊണ്ട് അവൻ വരികയാണ്. അങ്ങനെ അവളും പറഞ്ഞു ശരി പോകാമെന്ന്. അങ്ങനെ അവർ ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പിന്നെയും പോവുകയാണ്. അവൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു മൂവിക്ക് പോകാൻ തീരുമാനിച്ചു. കാറിൽ വെച്ച് അവർ കുറേ സംസാരിച്ചു. അവർ പരസ്പരം അവരുടെ ഇഷ്ടങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അവളും അവളുടെ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞു അവനോട്. രാവിലെ അവൻ അവൾക്കൊരു പൂ കൊടുത്തു. അങ്ങനെ അവരുടെ ഇഷ്ടം തമ്മിൽ തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാരുടെ മുന്നിൽ ഒഫീഷ്യലായിട്ട് പറയാൻ തീരുമാനിച്ചു അവരുടെ പ്രണയം.